നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അതും ട്രെയിനിൽ. തിരുവനന്തപുരത്ത് നിന്ന് SMVT ജംഗ്ഷനിലോട്ടാണ് നമ്മുടെ യാത്ര. എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടറിയാം ഞാൻ എത്രമാത്രം ത്രില്ലിലാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് 6:05 ഈ ഒരു ട്രെയിൻ പുറപ്പെടുന്നത്. ഏകദേശം പിറ്റേ ദിവസം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് SMVT ജംഗ്ഷനിലെത്തും. കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു ട്രെയിനിൽ. ബാത്റൂമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ തന്നെയായിരുന്നു. ഈ വാഷ് ബേസിൻ കാണാം. അതുപോലെ തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കാര്യം, കുട്ടികൾക്ക് നാപ്കിൻ ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 10-ൽ 8 കൊടുക്കാം. ഈ ട്രെയിനിൽ അവൈലബിളായ വേറൊരു കാര്യമാണ് ടിഷ്യൂ റോള്. അങ്ങനെ എല്ലാ ട്രെയിനിലും ഇത് അവൈലബിൾ അല്ല, പക്ഷേ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബർത്ത് അപ്പർ ബർത്തും അതുപോലെ തന്നെ സൈഡ് ലോവർ ബർത്തുമാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടി കയറി. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൃഷ്ണരാജപുരം സ്റ്റേഷനിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 2-3 ട്രെയിന് പോകാൻ വേണ്ടി പിടിച്ചിട്ടേക്കുന്നു. അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ 2 പേരും കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പായിരുന്നു ബാംഗ്ലൂർ ട്രിപ്പ്. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങളെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ SMVT റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്നത്. ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ഉള്ള കാര്യം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇങ്ങനെ ട്രെയിനിൻ്റെ അവൈലബിലിറ്റി നോക്കിയപ്പം നമുക്ക് ഇങ്ങോട്ടുള്ള ട്രെയിൻ മാത്രമേ തേഴ്സ്ഡേയിൽ അവൈലബിൾ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തത്. വീക്ക്ലി വൺസ് ആണ് ഈ ഒരു ട്രെയിന് കൊച്ചുവേളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഫൈനലി നമ്മുടെ SMVT റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിലുള്ള ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അത്ര ഒരു തിരക്കൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ബാംഗ്ലൂരിലെ തണുപ്പ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചല്ല ഞാൻ ബാംഗ്ലൂരിലോട്ട് വന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വ്ലോഗിൽ നമുക്ക്